വിവാദത്തിൽ CWCക്കും ശിശുക്ഷേമ സമിതിക്കും എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കട്ടെ. എന്നാൽ അതുകൊണ്ടൊന്നും അനുപമയും അജിത്തും ചെയ്ത പ്രവൃത്തിയെ അംഗീകരിക്കാൻ കഴിയുകയില്ല. അനുപമയ്ക്ക് അനുകൂലമായി മറ്റൊരു അനുപമ റിപ്പോർട്ട് നൽകിയതുകൊണ്ട് മാത്രം സമൂഹത്തിന്റെ മുന്നിൽ ആരും വെള്ളപൂശപ്പെടുകയില്ല. കുഞ്ഞിനെ അനുപമയ്ക്ക് തന്നെ ലഭിക്കണമെന്നാണ് ഭൂരിപക്ഷം പേരും ആഗ്രഹിച്ചത്. മറിച്ചൊരു വിഭാഗം അധ്യാപക ദമ്പതികൾ വളർത്തട്ടെ എന്നൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത് അത്തരക്കാരുടെ രോഷപ്രകടനമായി മാത്രം വിലയിരുത്തിയാൽ മതിയാകും. കുഞ്ഞിനെ ദത്തു നൽകിയതിലെ വീഴ്ച ചർച്ചയാക്കുന്നവർ ഇത്തരമൊരവസ്ഥ സ്വന്തം കുടുംബത്തായിരുന്നു നടന്നതെങ്കിൽ എന്തു നിലപാടാണ് സ്വീകരിക്കുക എന്നതും തുറന്നു പറയണം. അനുപമയുടെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാനല്ല, വളർത്താനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ ക്രൂരന്മാരായി വിലയിരുത്തുന്നത് ശരിയല്ല. സാഹചര്യമാണ് ആ മാതാപിതാക്കളെ അത്തരമൊരു കടന്ന പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അനുപമയുടെ സഹോദരിയുടെ വിവാഹം അടുത്ത സാഹചര്യത്തിൽ ഏതൊരു മാതാപിതാക്കളും ചിന്തിക്കുന്നത് മാത്രമേ അവരും ചിന്തിച്ചിട്ടുള്ളൂ. ഇക്കാര്യം അനുപമയുടെ പിതാവ് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അനുപമയ്ക്കും അജിത്തിനും വേണ്ടി രംഗത്ത് വരുന്നവർ ഒരു കാര്യം മറന്നു പോകരുത്. സമൂഹത്തിലെ നിലവിലെ രീതിക്ക് അനുസൃതമായ ഒരു ബന്ധമായിരുന്നില്ല അവരുടേത്. വിവാഹിതനായ അജിത്ത് അനുപമയെ ആഗ്രഹിച്ചത് തന്നെ തെറ്റാണ്. അതുപോലെ വിവാഹിതയാകും മുൻപ് അജിത്തിൽ ഒരു കുഞ്ഞിനെ അനുപമ ആഗ്രഹിച്ചതും ശരിയായ നിലപാടല്ല. കേരളീയ സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രവൃത്തിയാണിത്. സ്വന്തം പിതാവ് ജീവനും മരണത്തിനുമിടയിൽ പിടയുമ്പോൾ നടന്ന ഈ ഇടപെടലുകളെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ കഴിയുകയില്ല. അനുപമയുടെ പിതാവ് ജയചന്ദ്രൻ ഏതവസ്ഥയിലാണ് എറണാകുളത്തെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞതെന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുപമയുടെയും പിതാവിന്റെയും സ്നേഹം നേരിട്ട് കണ്ട ഈ കുടുംബ സുഹൃത്തുക്കൾ അനുപമയുടെ മാറിയ മുഖം കണ്ട് അമ്പരന്നിരിക്കുകയാണിപ്പോൾ. സ്വന്തം മാതാപിതാക്കളെ CPM പുറത്താക്കണമെന്നതും അവർ അഴിയെണ്ണണമെന്നതുമാണ് അനുപമ ആഗ്രഹിക്കുന്നത്. വല്ലാത്തൊരാഗ്രഹമാണിത്. അനുപമയുടെ മാതാപിതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി അവരെ ശിക്ഷിക്കട്ടെ. അതിനുവേണ്ടി മകൾ ദിവസവും ചാനലിലൂടെ കടന്നാക്രമിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്നത് സമൂഹമാണ് വിലയിരുത്തേണ്ടത്. സ്വന്തം മാതാപിതാക്കൾക്കും CWCക്കും ശിശുക്ഷേമ സമിതിക്കുമെതിരെ രംഗത്ത് വരുന്ന അനുപമയും അജിത്തും തങ്ങളുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റുപറ്റിയതായി പോലും ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അവരായിട്ടൊന്നും സമ്മതിക്കാനും പോകുന്നില്ല. എന്നാൽ ഇവർ തമ്മിലുണ്ടായ ബന്ധം എല്ലാവരും അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ തന്നെ പറയും. ദത്ത് വിഷയത്തിലെ അനാസ്ഥയിൽ പിടിച്ച് അനുപമയും അജിത്തും ചെയ്ത എല്ലാ പ്രവർത്തികൾക്കും ക്ലീൻ ചിറ്റ് നൽകാൻ ഏത് മാധ്യമങ്ങൾ ശ്രമിച്ചാലും അതൊന്നും കേരളീയ സമൂഹത്തിൽ വിലപ്പോവുകയില്ലെന്നതും ഓർക്കുന്നത് നല്ലതാണ്. ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ സർവേ സത്യസന്ധമായി നടത്താൻ ക്രെഡിബിലിറ്റിയുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഇപ്പോഴെങ്കിലും നടത്തേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ പറഞ്ഞത് പലതും നിങ്ങൾക്ക് തന്നെ വിഴുങ്ങേണ്ടിയും വരും. നിയമത്തിന്റെ മുന്നിൽ അനുപമയുടെ പിതാവിന് ഉൾപ്പെടെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. അത് പക്ഷേ ദുഷ്ട ഉദ്ദേശത്തോടെ മാത്രമാണെന്ന് ഒരിക്കലും വിലയിരുത്താൻ കഴിയുകയില്ല. വിവാഹിതയാകാത്ത മകളുടെ ഭാവിയോർത്ത് സ്തംഭിച്ചു നിന്ന പിതാവിന്റെ മനസ്സ് ആ മകൾക്ക് കാണാനായില്ലെങ്കിലും പെൺമക്കളുള്ള ഓരോ രക്ഷിതാക്കൾക്കും കാണാൻ കഴിയും. CWCക്കും ശിശുക്ഷേമ സമിതിക്കും ഉണ്ടായി എന്ന് പറയുന്ന വീഴ്ചയും ഈ കണ്ണിലൂടെ കാണുമ്പോൾ അത്ര വലിയ അപരാധമാണോ എന്നതും സാംസ്കാരിക കേരളം ചിന്തിക്കണം. അനുപമ ആരോപിച്ചതുപോലെ DNA ടെസ്റ്റിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ആരും കുഞ്ഞിനെ മാറ്റിയിട്ടുമില്ല. അനുപമയ്ക്ക് തന്നെ കുഞ്ഞ് എന്ന നിലപാട് തന്നെയാണ് സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഇതും പോരാഞ്ഞ് ഇനി ചിലരുടെ സ്ഥാനങ്ങൾ കൂടി തെറിപ്പിക്കണമെന്നത് അനുപമയുടെ വാശിയാണെങ്കിൽ അതിനു പിന്നിൽ ചില അജണ്ടകളും ഉണ്ടാകും. അക്കാര്യം സംശയിക്കുക തന്നെ വേണം.